ഗസയുടെ ദീർഘകാല വിലാപത്തിനുള്ള മറുപടിയായി വിലയിരുത്തപ്പെട്ട വെടിനിർത്തൽ കരാറിന് മുകളിലൂടെ ചോരപ്പുഴ ഒഴുകുകയാണ് ഇപ്പോൾ. സകല അന്താരാഷ്ട്ര മര്യാദകളും മനുഷ്യത്വത്തിന്റെ സർവ്വസീമകളും ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന കരയാക്രമണത്തിൽ മരണക്കണക്കുകൾ കുത്തനെ ഉയർന്നു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ തൊണ്ട നനയ്ക്കാൻ കുടിവെള്ളം പോലും കിട്ടാതെ മരണം കാത്തുകിടക്കുന്നത് 10,000 കണക്കിന് മനുഷ്യരാണ്. കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചും തുരുതുരെ ബോംബുകൾ വർഷിച്ചും അല്പജീവൻ ബാക്കിയുള്ള നിസ്സഹായരായ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുന്നത് തുടരുന്നു. വംശഹത്യക്കിടെ ഇസ്രായേൽ സൈന്യം നേരിടുന്നതും കടുത്ത പ്രതിസന്ധി തന്നെയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. മദേഴ്സ് ഓൺ ദി ഫ്രണ്ട് എന്ന സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം സൈനികരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം തകരാറിലാണെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. 2023 ഒക്ടോബർ 7 യുദ്ധം തുടങ്ങിയപ്പോൾ 95% റിസർവ് സൈനികരുടെ എൻറോൾമെന്റ് നിരക്ക് ഇപ്പോൾ 75% കുറഞ്ഞു. ഹാജരാകാതിരിക്കുന്ന സൈനികർ ചില യൂണിറ്റുകളിൽ 50% വരെയാണ്. സാധാരണ സൈനിക യൂണിറ്റുകളുടെ യുദ്ധസന്നദ്ധത പൂർണ്ണമായും തകർന്നതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതായത് ഈ യുദ്ധം തുടരാൻ സൈനികരിൽ ഭൂരിഭാഗം ആളുകളും സന്നദ്ധത കാണിക്കുന്നില്ല. 2024 മെയ് മാസത്തോടെ 3500-ലധികം സൈനികർ മാനസിക കാരണങ്ങളാൽ സേവനത്തിന് അനുയോജ്യരല്ലെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. ഇതിനു പുറമെ ഏകദേശം 2000 സൈനികർ കോമ്പാറ്റ് റിയാക്ഷൻ എന്ന അവസ്ഥയ്ക്ക് ചികിത്സയിലാണ്. കോമ്പാറ്റ് സ്ട്രെസ് റിയാക്ഷൻ അഥവാ യുദ്ധസമ്മർദ്ദ പ്രതികരണം എന്നാൽ യുദ്ധത്തിന്റെ ആഘാതം മൂലമുണ്ടാകുന്ന തീവ്രമായ മാനസിക വ്യതിയാനമാണ്. ക്ഷീണം, പ്രതികരണ വേഗത കുറയൽ, തീരുമാനമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, മുൻഗണനകൾ നിശ്ചയിക്കാനുള്ള കഴിവില്ലായ്മ എന്നിവയാണ് ഈ അവസ്ഥയുടെ ലക്ഷണങ്ങൾ. തെല്ലവീവ് സർവകലാശാലയിൽ നിന്നുള്ള ഒരു പഠനമനുസരിച്ച് റിസർവ് സൈനികരിൽ 12% പേർ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിന്റെ ലക്ഷണങ്ങളാൽ ബുദ്ധിമുട്ടുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ദുരന്തകരമായ അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന ഗുരുതരമായ മറ്റൊരു മാനസിക രോഗാവസ്ഥയാണിത്. മാസങ്ങളോ വർഷങ്ങളോ വരെ ഇതിന്റെ രോഗലക്ഷണങ്ങൾ നീണ്ടുനിന്നേക്കാം. 2024 ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും ഉയർന്ന ആത്മഹത്യാ നിരക്കാണ് ഇസ്രായേലി സൈനികർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. സ്ഥിരീകരിച്ച 21 കേസുകളിൽ പകുതിയും റിസർവിലാണ്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഒരു പ്രധാന ഭാഗമാണ് റിസർവ് ആർമി. നിർബന്ധിത സൈനിക സേവനം പൂർത്തിയാക്കിയ ഇസ്രായേൽ പൗരന്മാരെയാണ് റിസർവ് ഫോഴ്സിൽ ഉൾപ്പെടുത്തുന്നത്. ഇവരെ വിളിക്കുന്നത് യുദ്ധസമയത്തോ അടിയന്തര സാഹചര്യങ്ങളിലോ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ്. 21 സൈനികരുടെ ആത്മഹത്യ മാത്രമാണ് കണക്കിലുള്ളത്. രേഖപ്പെടുത്താത്തവ ഇതിൽ എത്രയോ അധികം വരും. ആത്മഹത്യാ ശ്രമങ്ങൾ പതിവായി നിരീക്ഷിക്കാത്തതാണ് ഇതിന് കാരണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇസ്രായേലി സൈനിക ഡേറ്റ പ്രകാരം ഗസ ഓപ്പറേഷൻ ആരംഭിച്ചതിനു ശേഷം ഏകദേശം 5569 സൈനികർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇതിൽ 100 കണക്കിന് പേരുടെ നില അതീവ ഗുരുതരമായിരുന്നു. മാനസിക രോഗമുള്ള സൈനികരെ യുദ്ധത്തിൽ ഉൾപ്പെടുത്തുന്നതിനെ സംഘടന ശക്തമായി അപലപിച്ചു. ഇത് അവരുടെ ജീവനും സഹപ്രവർത്തകരുടെ സുരക്ഷയ്ക്കും ഭീഷണിയാണെന്നാണ് സംഘടന ചൂണ്ടിക്കാട്ടുന്നത്. അത്യന്തം ഹീനവും മനുഷ്യത്വരഹിതവുമായ ആക്രമണ പരമ്പരകളിലൂടെ സർവനാശം വിധിച്ച് മുന്നേറുകയാണ് ഗസയിലെ ഇസ്രായേൽ ആക്രമണം. 2023 ഒക്ടോബർ 7 ആരംഭിച്ച വംശഹത്യയിൽ ഇതിനോടകം 53,000-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. 1,21,000-ലധികം പേർക്ക് പരിക്കേറ്റു. ജീവനോടെ ഉണ്ടോ കൊല്ലപ്പെട്ടോ എന്ന് സ്ഥിരീകരിക്കാത്ത 14,000-ലധികം പേർ വേറെയും. ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളും ഇസ്രായേലി വംശഹത്യയെ പതിവായി അപലപിച്ചിട്ടും ഫലമുണ്ടാകുന്നില്ല. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേൽ വംശഹത്യാ കുറ്റത്തിന് അന്വേഷണം നേരിടുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വിമർശനങ്ങൾ ശക്തമായി തുടരുന്നു. എന്നാണ് യുദ്ധവിരാമം എന്ന മുറവിളി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയരുകയാണ്. ഇസ്രായേലിലും നെതന്യാഹുവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പശ്ചിമേഷ്യയുടെ മണ്ണിലേക്ക് സമാധാനം മടക്കിക്കൊണ്ടുവരാൻ മുഴുവൻ ലോകവും ആഗ്രഹിക്കുന്നു. തുടർച്ചയായ ദുരനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ ജനതയ്ക്ക് മേൽ ഇനിയും ആക്രമണവും ദുരിതങ്ങളും വർഷിക്കുന്നത് മനുഷ്യത്വത്തിന് നേരെയുള്ള കടന്നാക്രമണം തന്നെയാണ്.